നമ്മുടെ ജീവിതത്തിൽ ചില ഇമോഷൻസ് ഇല്ലേ? ദേഷ്യം, സങ്കടം ഇതൊക്കെ വരുമ്പോൾ നമ്മളെന്താ സാധാരണ ചെയ്യാറ്? അതിനോട് ഫൈറ്റ് ചെയ്യും, അല്ലേ? അതിനെ ഒഴിവാക്കാൻ നോക്കും. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ വികാരങ്ങളൊന്നും ശരിക്കും ഒരു പ്രശ്നമേ അല്ലെങ്കിലോ? ചിലപ്പോൾ അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചില സിഗ്നൽസ് ആണെങ്കിലോ? അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മളൊന്ന് സ്വയം ചോദിച്ചു നോക്കണം. നിങ്ങളുടെ സങ്കടത്തിന് ചിലപ്പോൾ ഒരു ഫിക്സിംഗ് ആവശ്യമേ ഇല്ലെങ്കിലോ? ആ ഒരു ചിന്ത മാത്രം മതിയല്ലേ നമ്മുടെ മൊത്തം പേഴ്സ്പെക്റ്റീവ് തന്നെ മാറിമറിയാൻ? അപ്പോൾ ഈയൊരു കിടിലൻ ഐഡിയ വരുന്നത് ഡോക്ടർ നീതു കെ.എസിൽ നിന്നാണ്. അവരൊരു ഹാപ്പിനെസ് ഹീലർ കോച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഫീലിംഗ്സിനെ എങ്ങനെ പുതിയൊരു രീതിയിൽ കാണാമെന്ന്. നമ്മളെയൊക്കെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്താ? സങ്കടം, ദേഷ്യം ഇതൊക്കെ എന്തോ വലിയ പ്രശ്നങ്ങളാണ്, അവയെ അടക്കി വെക്കണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു യുദ്ധം തുടങ്ങി വെക്കുകയാണ്. നമ്മുടെ സ്വന്തം വികാരങ്ങളോട് നമ്മൾ തന്നെ പോരാടുന്നൊരവസ്ഥ. പക്ഷേ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഈ ചെറുത്തുനിൽപ്പിന്റെ ഒരു പാരഡോക്സ് ഉണ്ട്. അതായത് നമ്മൾ നമ്മുടെ ഫീലിംഗ്സിനോട് ഫൈറ്റ് ചെയ്യുന്തോറും അത് കൂടുതൽ സ്ട്രോങ് ആവുകയുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഡോക്ടർ നീതുവിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അത് ക്ലിയർ ആകും. നിങ്ങൾ ചെറുക്കുന്ന ഓരോ വികാരവും അവിടെ തന്നെ നിൽക്കും. നിങ്ങൾ കേൾക്കുന്നതുവരെ അത് കൂടുതൽ ഉച്ചത്തിൽ മുട്ടിക്കൊണ്ടേയിരിക്കും. കണ്ടില്ലേ? അതായത് നമ്മൾ അതിനെ പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ അത് കൂടുതൽ പവറോടെ തിരിച്ചുവരും. അതിനെ ഇല്ലാതാക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഐഡിയ മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ ഉദാഹരണം നോക്കാം. നമ്മൾ അവഗണിക്കുന്നൊരു ഫീലിംഗ് എങ്ങനെയാ വളരുന്നതെന്ന് നോക്കൂ. ആദ്യം അതൊരു ചെറിയ മന്ത്രണം പോലെയാവും, ഒരു നേരിയ ഫീലിംഗ്. നമ്മളത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ അതൊരു വ്യക്തമായ മുട്ടലായി മാറും. എന്നിട്ടും നമ്മൾ കേൾക്കാൻ തയ്യാറായില്ലെങ്കിലോ പിന്നെ അതൊരു കൊടുങ്കാറ്റ് പോലെയാണ്. വാതിലിൽ ആഞ്ഞിടിക്കുന്ന പോലെ സഹിക്കാൻ പറ്റാത്തൊരു വികാരമായി നമ്മളെ അങ്ങ് കീഴ്പ്പെടുത്തും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ വിഷയത്തിന്റെ ഹൃദയഭാഗത്തേക്ക് വരാം. നമ്മുടെ വികാരങ്ങളെ ഒരു ബ്രേക്ക് ഡൗൺ ആയി കാണാതെ ഒരു ബ്രേക്ക് ത്രൂ ആയി കണ്ടാലോ? ഇതൊരു പവർഫുൾ റീഫ്രെയിമാണ്, നമ്മുടെ ചിന്തയെ മൊത്തത്തിൽ മാറ്റുന്ന ഒന്ന്. ഇതൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ കണ്ണുനീര്, ദേഷ്യം, സങ്കടം ഇതൊന്നും നമ്മൾ തകർന്നു പോയി എന്നതിൻ്റെ ലക്ഷണങ്ങളല്ല. സത്യത്തിൽ അതൊക്കെ നമ്മൾ ഹീൽ ചെയ്യുന്നു, നമ്മൾ സുഖം പ്രാപിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസം തോന്നുന്നില്ലേ? അപ്പോൾ എന്താണ് ഈ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. അത് നമ്മുടെ ശരീരം നമുക്ക് തരുന്ന ഒരു മെസ്സേജാണ്. നമ്മളെ സുഖപ്പെടുത്താനും നമ്മളെ സേഫാക്കാനും വേണ്ടിയുള്ള ഒരു വഴികാട്ടി. അത്രേ ഉള്ളൂ. ഈ രണ്ട് രീതികളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഒരു വശത്ത് ബ്രേക്ക് ഡൗൺ, അതിന് നമ്മൾ ഒരു വീക്ക്നെസ് ആയിട്ടാണ് കാണുന്നത്, പരിഹരിക്കേണ്ട ഒരു പ്രോബ്ലം. മറുവശത്ത് ബ്രേക്ക് ത്രൂ, അതിന് നമ്മൾ കാണുന്നത് ഒരു സിഗ്നലായിട്ടാണ്, നമ്മൾ കേൾക്കേണ്ട ഒരു മെസ്സേജായിട്ടാണ്. കണ്ടില്ലേ? ഈ ഒരു ചിന്തയിലെ മാറ്റം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവരാൻ. അപ്പോൾ എങ്ങനെയാണ് ഈ ഹീലിംഗിൻ്റെ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക? നമ്മുടെ ഇമോഷൻസിനെ കേൾക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സമാധാനത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ നമ്മുടെ വികാരങ്ങളോട് പോരാടുന്നത് നിർത്തിയിട്ട് അതിനെയൊന്ന് വരാനും പോകാനും അനുവദിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ ശരീരം പതിയെ റിലാക്സ് ആവും. നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ ആ ഇമോഷനുണ്ടല്ലോ, അതതിൻ്റെ പിടിവിട്ട് പതുക്കെ ഒഴുകിയങ്ങ് പോകും. ഇതൊരു പ്രാക്ടീസാണ് കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് ശരിയാവണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിന് വല്ലാത്ത ഭാരം തോന്നുന്ന ദിവസങ്ങളിൽ. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഈ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്. കാരണം അപ്പോഴാണ് നമുക്കിത് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പോൾ ഈ ഒരു ലളിതമായ കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ഫീലിംഗ് ഈസ് ഹീലിംഗ്. അതായത് അനുഭവിക്കുക എന്നതാണ് സുഖപ്പെടാനുള്ള വഴി. അതുകൊണ്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ഈയൊരു ചോദ്യം ചോദിക്കുക. ഇന്ന് എനിക്ക് ഏത് വികാരത്തെയാണ് ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയുക? ചിലപ്പോൾ ആ ഒരൊറ്റ വികാരത്തിന് ചെവി കൊടുക്കുന്നത് തന്നെയാവാം നിങ്ങളുടെ സമാധാനത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്.